ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലം പൊതുവിൽ ഇടതുപക്ഷ ആഭിമുഖ്യം പ്രകടിപ്പിക്കാറുള്ള ഒരു മണ്ഡലമാണ്. കോഴിക്കോട് ജില്ല പൊതുവിൽ അതാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകൾ അത് പങ്കുവയ്ക്കുകയാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതാണ്. അവിടെ UDFിൻ്റെ ഒരു മുന്നേറ്റം പൊതുവിലുണ്ടായിട്ടുണ്ട്. കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ ഭരണം പോലും നിലനിർത്തുന്നത് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഇടതുമുന്നണി. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിന് ഒരു MLA പോലുമില്ല എന്നതാണ് സാഹചര്യം. ഇത്തവണ പക്ഷേ കോഴിക്കോട് വലിയ പ്രതീക്ഷകളുണ്ട് കോൺഗ്രസിന് എന്നതാണ്. നോർത്ത് മണ്ഡലം അടക്കം കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ നോർത്തിൽ മറ്റൊരു പരീക്ഷണത്തിന് കൂടി CPM തയ്യാറെടുക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും മുൻ MLAയുമായ പ്രദീപ് കുമാർ വീണ്ടും നിയമസഭാ പോരാട്ടത്തിലിറങ്ങാനുള്ള സൂചന. അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം തന്നെയായ കോഴിക്കോട് നോർത്ത് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയായേക്കും. അതേസമയം കോൺഗ്രസിൻ്റെ നേതാവ് ജയന്തിനെ ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ആലോചനകൾ നടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രദീപ് കുമാർ ജനകീയനാണ്. വലിയ രീതിയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്ര ഒരു പരിഗണനയൊന്നും കിട്ടുന്നില്ല എന്ന ആക്ഷേപം കൂടിയുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അദ്ദേഹം വീണ്ടും കളത്തിൽ ഇറങ്ങുമോ? മുൻ മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ പ്രദീപ് കുമാർ വരാനുള്ള സാധ്യത എത്രമാത്രം? ഒപ്പം ജയന്ത് എന്ന കോൺഗ്രസ് നേതാവ് കളത്തിലിറങ്ങുമ്പോൾ അത് UDFിന് നൽകുന്ന സാധ്യതകൾ എന്ത് എന്ന കാര്യം കൂടി പരിശോധിക്കാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ മാറിമറിയുന്ന രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന ഇടമാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രദീപ് കുമാർ വന്നാൽ അത് ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ, അവിടെ ഈ ജയന്തരെ പോലെ ഒരാൾ വന്നാൽ ഒരു അട്ടിമറി നടത്താമെന്ന് കോൺഗ്രസ് കരുതുന്നിടത്താണ് പ്രദീപ് കുമാറിനെ ഇറക്കാൻ CPMും ആലോചിക്കുന്നത്. എന്താണ് കോഴിക്കോട് നോർത്ത് മണ്ഡലം പറയാൻ പോകുന്ന രാഷ്ട്രീയം? സജിത്ത്, അതിനു മുമ്പ് നമ്മൾ ഈ കണക്കുകളിലേക്കൊന്ന് കടക്കുകയാണെങ്കിൽ 2001 കോഴിക്കോട് ജില്ലയിൽ നിന്നും അവസാന കോൺഗ്രസ് MLA നിയമസഭയിലേക്ക് പോയത്. അത് 2 MLAമാരാണ് പോയത്. ഒന്ന് കൊയിലാണ്ടിയിൽ നിന്നും കോൺഗ്രസിൻ്റെ കരുത്തുറ്റ നേതാവായ P ശങ്കരനും സുജന പാൽ എന്ന അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവുമാണ്. ആ 2001 ശേഷം പിന്നെ കോഴിക്കോട് ജില്ലയിൽ ഒരു കോൺഗ്രസ് MLAക്ക് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അവിടെ അക്കൗണ്ട് പൂട്ടിച്ചത് പ്രദീപ് കുമാർ ആയിരുന്നു. അദ്ദേഹം പിന്നീട് തുടർച്ചയായി 3 തവണ മണ്ഡലത്തിൽ വെന്നിക്കൊടി പാറിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. ഇതിനുശേഷമാണ് കഴിഞ്ഞ തവണ തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരിക്കുകയും അദ്ദേഹവും വിജയം ആവർത്തിക്കുകയും ചെയ്ത്. പിന്നീട് മണ്ഡലത്തിൻ്റെ സമവാക്യങ്ങളൊക്കെ മാറി എന്നാണ് UDFിൻ്റെ ഒരു കണക്കൂട്ടൽ. അവർ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി തന്നെ CPM മാത്രം ഭരിച്ചിരുന്ന ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഇത്തവണയും CPM ഭരിക്കുന്നെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നേടാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യം ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണ ഭരിച്ചപ്പോൾ ഏതാണ്ട് 50 സീറ്റുകൾ CPMന് മാത്രം നേടാൻ കഴിഞ്ഞ ഒരു കോർപ്പറേഷനായിരുന്നു കോഴിക്കോട്. പക്ഷേ അവിടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 30 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. BJP അവരുടെ ഗണ്യമായ വർധനവ് വരുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 7 സീറ്റായിരുന്നു 2020 ലഭിച്ചതെങ്കിൽ ഇത്തവണ 13 സീറ്റുകളിലേക്ക് അവർ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കോൺഗ്രസ് 17 നിന്നും 28 അവരുടെ നില മെച്ചപ്പെടുത്തുകയും കഴിഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ നഗര ഹൃദയമാണ് കോഴിക്കോട് നോർത്ത്. ഈ കോഴിക്കോട് നോർത്തിൻ്റെ മേഖലയിൽ വരുന്ന ഇടങ്ങളിലാണ്, പ്രത്യേകിച്ചും വെസ്റ്റ് ഹിൽ പോലെയുള്ള ഇടങ്ങളിലും നടക്കാവ്, അത്തരം നഗര ഹൃദയത്തിലെ പല ഇടങ്ങളിലുമാണ് BJP നേട്ടമുണ്ടാക്കിയത്. അതുകൊണ്ട് BJPയുടെ വോട്ട് നമ്മൾ പരിശോധിച്ചാലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ക്രമാനുഗതമായൊരു വർധനവ് ആ വോട്ട് വീതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് കൂടുതൽ കൗൺസിലർമാർ BJPയിൽ നിന്ന് ജയിച്ച് കോർപ്പറേഷനിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രവചനാതീതമാണ് എന്നാണ് UDFിൻ്റെ ക്യാമ്പ് വിശ്വസിക്കുന്നത്. കാരണം LDFിൻ്റെ വോട്ടും ഒപ്പം UDFിൻ്റെ വോട്ടും BJP വോട്ടുകളുടെ ഒരു വർധനയും കൂടെ കണക്കിലെടുക്കുമ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും വിജയിച്ച് കയറാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ചും നഗരമേഖലകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി UDFിന് വലിയ നേട്ടമുണ്ടാക്കാൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒന്നും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. നമുക്കറിയാം, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പലപ്പോഴും MK രാഘവൻ ജയിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അദ്ദേഹത്തിന് നഗരപരിധിയിൽ വലിയ തോതിൽ വോട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് UDFിന് വോട്ട് ചെയ്യാൻ വോട്ടർമാർക്ക് വിമുക്തയൊന്നും ഇല്ല എന്ന ഒരു കണക്കൂട്ടിൽ തന്നെയുണ്ട്. അങ്ങനെയാണ് ജയന്ത് എന്ന സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ നഗരസഭാ പരിധിക്കുള്ളിൽ വലിയ പ്രവർത്തനങ്ങൾ ജയന്ത് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൻ്റെ ചുമതല ജയന്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി കൂടുതൽ അടുത്തിടപഴകിയുള്ള പെരുമാറ്റം നടത്തുന്നുണ്ട്. സംസ്ഥാന തലത്തിലെ പ്രവർത്തനത്തിലുപരി കോഴിക്കോട് ജില്ലയിലേക്കും പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലേക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ സാധ്യതാ
പട്ടികയിൽ ഉൾപ്പെടാത്ത, അല്ലെങ്കിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് ആളുകളാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാവാൻ കുപ്പായം തയ്പ്പിച്ച് ഇറങ്ങുന്നവർ. പക്ഷേ പലപ്പോഴും പ്രമുഖരായ പലർക്കും സീറ്റ് കിട്ടാതെ വരികയും അപ്രതീക്ഷിതരായ സ്ഥാനാർത്ഥികളൊക്കെ വരികയും ചെയ്യുന്ന ഒരു പതിവും കോൺഗ്രസിനുണ്ട്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പൂർണ്ണ ഒരു പിന്തുണ ജയന്തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് നൽകുന്നുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിൽ പോലും ഉൾപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ KSUവിൻ്റെ നേതാവായ അഭിജിത്താണ് മത്സരിച്ചത്. പക്ഷേ അദ്ദേഹം ഇത്തവണ നാദാപുരം സീറ്റിലേക്ക് മാറുന്നതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പൂർണ്ണമായും ഇപ്പോൾ ജയന്തിന് അനുകൂലമാണ്. പക്ഷേ നമുക്കറിയാം കോൺഗ്രസ് ആണ് പലപ്പോഴും പ്രവചനാതീതമാവും സ്ഥാനാർത്ഥി നിർണ്ണയം. കാരണം മുല്ലപ്പള്ളിയെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ മത്സരിക്കണമെന്ന ആവശ്യം ഒരു ഭാഗത്തുനിന്നും വരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ആളുകൾ നിർബന്ധിച്ചാൽ മത്സരിക്കാമെന്ന തരത്തിലേക്ക് പറയുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ കൊയിലാണ്ടിയിലേക്ക് മുല്ലപ്പള്ളി വന്നാൽ ഒരുപക്ഷെ പ്രവീൺ കുമാറിന് നാദാപുരത്തേക്ക് വീണ്ടും പോകേണ്ടി വരും. അങ്ങനെ വന്നാൽ അഭിജിത്തിന് മത്സരിക്കാൻ ഇടവില്ല. അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. പക്ഷേ നിലവിൽ എല്ലാ സാധ്യതകളും കെ ജയന്തിന് അനുകൂലമാണ്. ജയന്ത് എന്ന ഒറ്റ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. സജിത്ത്, മനീഷ, ഒരു കാര്യം കൂടി, ഈ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ പ്രദീപ് കുമാറിനെ മത്സരിപ്പിക്കുക എന്ന ആലോചനയിലേക്ക് CPM നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണോ? അങ്ങനെ തദ്ദേശ ചിത്രത്തിൽ നോക്കുമ്പോൾ ആ മണ്ഡലത്തിന് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് വീതത്തിൽ വലിയ ചോർച്ച പ്രകടമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. കാരണം 40%-ലധികം വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരു ഇടമാണ് CPM. പക്ഷേ അത് വളരെ വലിയ ഒരു ചോർച്ച അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ. LDF-ന് 34 മുതൽ 36% വരെ വോട്ടാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42.98% വോട്ട് ലഭിച്ച ഒരിടമാണ്. അതായത് ഏതാണ്ട് 6% വോട്ടുകളുടെ ചോർച്ച ഇവിടെ ഉണ്ടായിരിക്കുന്നു. എന്നാൽ UDF-ന് 33.58 നിന്നും 35% ഉയരാൻ കഴിഞ്ഞിരിക്കുന്നു. 1.5% പോലും വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. BJPക്ക് 22 നിന്നും 24 എത്താനും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ രണ്ട് മുന്നണികളും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നു. LDF-ന്റെ വോട്ടിംഗ് ശതമാനം കുറയുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് ഒരു തുറപ്പ് ചിട്ടെന്ന രീതിയിൽ തന്നെ പ്രദീപ് കുമാറിനെ കളത്തിലിറക്കാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് മാതൃകാപരമായ പദ്ധതികൾ കോഴിക്കോട് നഗരത്തിന് സമ്മാനിക്കുകയും അത് പിന്നീട് കേരളത്തിൽ തന്നെ ഒരു മാതൃകയായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അതാണ് അനീഷുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ തകരാറുകളുണ്ടായി. എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ വളരെ നിർണായകമാണ് കോഴിക്കോട് പറയാൻ പോകുന്ന രാഷ്ട്രീയം. നോർത്ത് മണ്ഡലത്തിൽ ഇത്തവണ ചില അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും അവിടെ ഒരു കരുത്തരെ വരുമ്പോഴേ ആ അട്ടിമറി സാധ്യതയ്ക്ക് അടയ്ക്കുക എന്നതാണ് CPM-ൻ്റെ തന്ത്രം. പ്രദീപ് കുമാർ അത്രയധികം അവിടെ ജനപ്രിയനാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾ എത്ര കണ്ട് വിജയിക്കുമെന്നതുകൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കാൻ പോകുന്നു കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ എന്നതാണ് സാഹചര്യം. അതാണ് അവിടെ നടക്കാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ഒപ്പം ഈ കോഴിക്കോട് ജില്ലയുടെ പൊതുമുഖം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ബേപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ അട്ടിമറി എന്ന ഒരു പ്രഖ്യാപനം നടത്തിയാണ് UDF-ൻ്റെ നീക്കം. അൻവറിനെ അവിടെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ കോഴിക്കോട് ജില്ല പൊതുവിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്തവണ നിർണായകമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നണികളുടെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ കോഴിക്കോടിന് കൃത്യമായൊരു ഫാക്ടറുണ്ട്. ഇടതുപക്ഷം എന്ന പതിവ് മുഖം തന്നെ അവിടെ സംഭവിക്കുമോ, അതല്ല കോൺഗ്രസിൻ്റെ കടന്നുകയറ്റമുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ അതൊരു ട്രെൻഡിൻ്റെ സൂചനയാവാം. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനവും ഉണ്ടാക്കും. അപ്പോൾ കോഴിക്കോട് പറയാൻ പോകുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.